നമ്മൾ കൊടുക്കുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് കലക്കണം എന്നുള്ളതല്ല, പക്ഷെ കുടുംബത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവരണം. അത് നമ്മുടെ സ്ത്രീകളുടെ മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവരും കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാവരുടെയും കൂടെ ഇതായിട്ട് ഇത് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്നുള്ളതായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്ന സന്ദേശം പോലെ കൊടുത്തിരുന്നത്. അത് 85 നെയ്റോബി കോൺഫറൻസിൽ സ്ത്രീകളുടെ ഗാർഹിക അധ്വാനത്തെ പറ്റിയുള്ളൊരു കണക്ക് ഉണ്ടായിരുന്നു. അത് ന്യൂയോർക്കിലുള്ളൊരു വനിതാ സംഘടനയാണ് കൊടുത്തത്. അവർ പറഞ്ഞു കേട്ടപ്പോൾ എന്ന് വെച്ചാൽ 3-ൽ 2 അധ്വാനവും ചെയ്യുന്ന സ്ത്രീകളാണ്. അവരുടെ പേരിലുള്ള വരുമാനമെന്ന് പറയുന്നതാകട്ടെ 10-1, അവരുടെ പേരിലുള്ള സ്വത്ത് 100-1. അധികാരം കയ്യിൽ കിട്ടാതെ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടശ്ശേരി പറഞ്ഞല്ലോ, അധികാരം കൊയ്യണം ആദ്യം ഞാൻ, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നാണ് എടശ്ശേരി എഴുതിയത്. നമ്മുടെ കവികൾ നമ്മുടെ മലയാളത്തിലെ അവരൊക്കെ എത്ര ദാർശനികമായി ചിന്തിക്കുന്നതായിരുന്നു എന്നുള്ളത് കുമാരനാശാൻ്റെയും എത്ര കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്തൊരു സ്ത്രീപക്ഷ കവിതയെന്നറിയോ. അങ്ങനെ പോയപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. 2 പേരാണ് അല്ലാതെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട്, അത് കൊല്ലണം എന്ന് വിചാരിച്ചല്ല, പക്ഷേ കൊന്നുപോയത്. ബാക്കി എല്ലാം എങ്ങനെയെന്നറിയാമോ, കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റി ചാടി, കുഞ്ഞു മരിച്ചു, അമ്മ മരിച്ചില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൊലപാതകിയാണ് അമ്മ. ആയിരത്തി 1989 വനിതാ കലാജാഥ. അതിൻ്റെ ഒരു ചെറിയ ബുക്ക് ഇവിടെ എൻ്റെ കയ്യിലുണ്ട്, അന്ന് ഇറക്കിയത്. പരിഷത്ത് ഈ ഡോക്യുമെൻറ്റേഷൻ്റെ കാര്യത്തിൽ ഭയങ്കര പൂർവ്വമാണ്, ഒന്നും നേരെ ചൊവ്വേ ഡോക്യുമെൻ്റ് ചെയ്യില്ല. അതിന് ഞാൻ എപ്പോഴും വിചാരിക്കും ഒരു കാരണം ഇതാ, ഇപ്പം ഞാൻ തന്നെ വനിതാ കലാജാഥ ചെയ്തു, അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആ സ്ഥാനത്ത് നിന്ന് അങ്ങ് മാറി. പിന്നെ വരുന്ന ആളിന് ഇത് ഡോക്യുമെൻ്റ് ചെയ്യാൻ അത്രയ്ക്ക് പറ്റത്തുമില്ല, താല്പര്യവും വരത്തില്ല. അപ്പോൾ അങ്ങനെ ഡോക്യുമെൻറ്റേഷൻ അങ്ങ് നടക്കില്ല. അങ്ങനെയാണ് അത് പ്രശ്നം വരുന്നത്. പക്ഷേ അതൊരു വലിയൊരു യജ്ഞം തന്നെയായിരുന്നു വനിതാ കലാജാഥ. എല്ലാവരും പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കലാപരിപാടിയൊക്കെ അവതരിക്കാൻ ഈ പെണ്ണുങ്ങളെയൊക്കെ എവിടുന്ന് കിട്ടാനാണ് എന്ന്. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂഴി വെച്ചായിരുന്നു ആദ്യത്തെ ക്യാമ്പ്. നമുക്കാകെ 25 പേരെ മാക്സിമം മതി, 2 ട്രൂപ്പെന്ന് വിചാരിച്ചു. 12, 24 പേര്, ഒരു സ്റ്റെപ്പിനി ഒരാൾ എന്നുള്ള നിലയ്ക്ക് 25 പേര് മതി ക്യാമ്പിലിരുന്ന്. 50 പേരാണ് വന്നത്. കാരണം ഈ അത്രയ്ക്കും പരിഷത്തിൻ്റെ ഈ വനിതാവേദികളും പ്രവർത്തനങ്ങളുമായിട്ട് ആൾക്കാർ ഇതായിരുന്നല്ലോ. 50 പേരാണ് വന്നത്. അപ്പം ഗംഗാധരൻ മാഷ്, പി ഗംഗാധരൻ എന്ന് പറഞ്ഞ് പാലക്കാട് ഉള്ള മാഷാണ് ക്യാമ്പ് ഡയറക്ടറായിട്ട്. ഞാനാണ് അതിൻ്റെ കൂട്ടത്തിൽ നിൽക്കുന്ന, അല്ല സ്ത്രീകളുടെ കാര്യത്തിലൊക്കെ നിൽക്കുന്നത്, ഞാനാണ് ഇവരെയൊക്കെ വിളിച്ചതുമൊക്കെ. അപ്പോൾ മാഷ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നമുക്കിപ്പോൾ ഇവരുടെ ഒരു താല്പര്യം അറിയാം, കഴിവറിയില്ലല്ലോ, ഇവരാരും ഇതിനു മുമ്പ് എവിടെ അഭിനയിച്ചിട്ടെന്നുള്ളവരല്ലല്ലോ, പാട്ടും കവിഴുമൊക്കെ, നമുക്ക് എത്രയും പേർക്കും ട്രെയിനിങ് കൊടുക്കാം എന്ന് പറഞ്ഞ് ട്രെയിനിങ് കൊടുത്തു. ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞപ്പം ഒഴിവാക്കേണ്ട കുറച്ച് പേരുണ്ട്, പക്ഷേ നല്ലതായി താല്പര്യത്തോടെ വയ്ക്കുന്നത് തന്നെ 25-ലധികം ആളുണ്ട്. അപ്പോൾ പിന്നെ ഇനി എന്താ ചെയ്യുകയെന്നൊക്കെ ആലോചിച്ചിട്ട് ഇവിടെ ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞ് ക്യാമ്പ് ഇവിടുന്ന് പിരിച്ചു വിട്ടു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു അറിയിപ്പ് വരും, അടുത്ത ക്യാമ്പ് പട്ടാമ്പിയിലാണ്, അപ്പോൾ അറിയിപ്പ് വരും, അപ്പോൾ വന്നാൽ മതി. അല്ലാതെ അവരുടെ മുഖത്ത് നോക്കിയിട്ട് നിങ്ങളെ ഒഴിവാക്കുന്നു എന്ന് ഇപ്പോൾ ഈ ചില റിയാലിറ്റി ഷോയിലൊക്കെ കാണുന്നില്ലേ, അതുപോലെ പറയാൻ നമുക്ക് പറ്റില്ല. അത്രയ്ക്ക് ആവേശത്തോടെ വന്നവരാണ്. വീടും കുട്ടികളെയും ഒക്കെ വിട്ട് ഭർത്താവിൻ്റെ എതിർപ്പിനെ മറികടന്ന് ഒക്കെ വന്ന ആൾക്കാരാണ്. അപ്പോൾ അവരോട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം എടുത്ത് ഈ വെഞ്ഞാറമൂടി ക്യാമ്പ് നിർത്തി, എല്ലാവരോടും വീട്ടിൽ പൊക്കോളാൻ പറഞ്ഞു. പിന്നീട് 25 പേർക്ക് മാത്രം കത്തയച്ചു, പട്ടാമ്പി വരാൻ പറഞ്ഞിട്ട്. മറ്റുള്ളവർക്കെല്ലാം ഞാൻ പക്ഷേ പുറകെ കത്തയച്ചു. ഇതുകൊണ്ടാണ്, നിങ്ങൾ മോശമായതുകൊണ്ടല്ല, നമുക്ക് 2 ട്രൂപ്പേ പറ്റൂ, അതുകൊണ്ടാണ് എന്നെല്ലാം പറഞ്ഞ് ഞാൻ. കാരണം അവർക്കൊരു വിഷമം തോന്നരുതല്ലോ. അങ്ങനെ പട്ടാമ്പി ക്യാമ്പും കൂടെ കഴിഞ്ഞിട്ടാണ്
ഉഗ്രം കലാപരിപാടികളായിരുന്നു. ഇന്നും പിന്നെ എനിക്ക് തോന്നുന്നതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ഏതായാലും പരിഷത്തിൻ്റെ മറ്റ് കലാപരിപാടികളെക്കാളൊക്കെ നല്ല ഉന്നത നിലവാരം പുലർത്തുന്നതായിരുന്നു. പ്രത്യേകിച്ച് കരിവള്ളൂർ മുരളി സാർ ചെയ്ത 2 പരിപാടി, അതായിരുന്നു ആദ്യത്തെ പരിപാടിയായിട്ട് ചെയ്യുന്നത്, ഞാൻ സ്ത്രീ എന്നുള്ള പരിപാടി. അതൊക്കെ വളരെ വലിയ ഹിറ്റായിരുന്നു. ഞങ്ങളുടെ ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഒരു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഒരു അഖിലേന്ത്യാ തലത്തിലൊരു വിമൻസ് തിയേറ്റർ ഫെസ്റ്റിവൽ വരുന്നു. അതിലേക്ക് അവർ ഇൻവൈറ്റ് ചെയ്തു. കാരണം ഇത് മീഡിയയിലൊക്കെ വന്നല്ലോ. അന്ന് ടി വി ഒന്നും ഇത്രയ്ക്കില്ല, പക്ഷേ ഓൾ ഇന്ത്യ റേഡിയോ ഇതിൻ്റെ മുഴുവനും സൗണ്ട് റെക്കോർഡ്, ഞാനും പിള്ളേരും കൂടെ അവിടെ പോയി നിന്ന് തിരുവനന്തപുരം നിലയത്തിൽ പോയി ഇരുന്നാണ് റെക്കോർഡ് ചെയ്ത് അത് ദിവസങ്ങളായിട്ട് പ്രക്ഷേപണം ചെയ്തു. എല്ലാ പരിപാടികളുടെയും, എല്ലാ കലാപരിപാടിയുടെയും അതിൽ വലിയ ഇതായിരുന്നു, എല്ലായിടത്തോട്ടും എത്തി. അപ്പോൾ അവിടുന്ന് ഇൻവിറ്റേഷൻ വന്നു. ഇവിടെ ഒരു തീരുമാനം എടുത്ത് കിട്ടണ്ടേ പോകുന്ന കാര്യം. നസറുദ്ദീൻ ഷാ, പിന്നെ ജെന്നിഫർ കപൂർ, ഇവരൊക്കെയാണ് അതിൻ്റെ സംഘാടകർ. പൃഥ്വി തിയേറ്റേഴ്സ് വെച്ചിട്ടാണ് ഇത് മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല, വിമൻസ് തിയേറ്റർ ഫെസ്റ്റിവലാണ് ഇത്. പോകണമെന്നുണ്ട്, എനിക്കാണ് ഇൻവിറ്റേഷൻ വന്നത്. അപ്പോൾ പോകണമെന്നുണ്ട്. ഏതായാലും ഞാൻ എല്ലാവരെയും വിളിച്ചൊക്കെ വെച്ചിട്ട് ഒരു അവസാന നിമിഷം ഒരു തീരുമാനമായി പോകാനായിട്ട്. അങ്ങനെ അവിടെ എത്തേണ്ടതിൻ്റെ ഒരു ദിവസമോ 2 ദിവസമോ മറ്റും മുമ്പേ ഇവിടുന്ന് ചെറിയൊരു വണ്ടിയിൽ ഞങ്ങൾ 12 പെൺകുട്ടികൾ, രണ്ട് ടീമിലും ഈ 2 ആണുങ്ങളും ഉണ്ടായിരുന്നു, ജെൻസ് റോളുണ്ടല്ലോ അതുണ്ടായിരുന്നു. അവരും പിന്നെ ഞാനും കൂടെ ആയിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോയി. അപ്പോൾ വണ്ടി നിർത്താതെ ഓടിച്ചെങ്കിലേ അവിടെ സമയത്ത് എത്താൻ പറ്റത്തുള്ളൂ. അത്രയ്ക്കും താമസിച്ചാണ് ഇവിടുന്ന് പോകുന്നത്. അതുകൊണ്ട് 2 ഡ്രൈവർമാർ. അപ്പോൾ ഞാൻ ഈ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ അത് നോക്കിയാണ് ഞാനിരിക്കുന്നത്. അങ്ങനെ ഒരു സ്ഥലത്ത് രാവിലെ നിർത്തി കുളിച്ചു റെഡിയായി, എല്ലാവരും കുളിച്ച് ഒരു ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ കയറി വണ്ടി പിന്നെയും വിട്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. പക്ഷേ അവിടെ പരിപാടി അപ്പോൾ ഒന്നും പെട്ടെന്നല്ലേ, ഒന്നും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊന്നുമില്ല, മലയാളം പരിപാടിയേ ഉള്ളൂ. പക്ഷേ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് ഇംഗ്ലീഷിലും ഹിന്ദിയിലും, ഞാൻ നോക്കുമ്പോൾ സദസ്സിലൊക്കെ മുഴുവൻ ഹിന്ദിയാണ് കൂടുതൽ പേരും. ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഒരു ജിസ്റ്റ് അത്രേ പറ്റുള്ളൂ. വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷനൊന്നും അന്നേരം പറ്റില്ല, അല്ലെങ്കിലും അത് പറയാനും പറ്റില്ലല്ലോ, ഇവർ കഥാപാത്രങ്ങളല്ലേ അതൊക്കെ പറയേണ്ടത്. അതുകൊണ്ട് അങ്ങനെ എന്താണ് അതിന് നമ്മൾ ഡീൽ ചെയ്യുന്ന വിഷയം എന്നുള്ളത് മാത്രം ഒരു 2 മിനിറ്റ് എടുത്ത് പറയത്തക്കവണ്ണം എല്ലാ പരിപാടിക്കും മുമ്പ് ഒരു ഇതുണ്ടാക്കി 2 മിനിറ്റ് ഹിന്ദിയിലും 2 മിനിറ്റ് ഇംഗ്ലീഷിലും പറയും. അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊരു അപ്രീസിയേഷനാണ് ഉണ്ടായതെന്നുള്ളത് പറയാൻ പറ്റത്തില്ല. നസ്രുദ്ദീൻ ഷാ വന്നിട്ട് എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നവരെ പിടിച്ചിട്ട് പറഞ്ഞു, ഇറ്റ് കൺവേഡ് ബിയോണ്ട് ലാംഗ്വേജ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു ജെന്നിഫർ കപൂർ എല്ലാവരും അതെ, വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നീട് നമുക്ക് സമതാ കലാജാഥ എന്ന് പറഞ്ഞ് ഉണ്ടായി. അതായത് ഇന്ത്യയുടെ 8 മൂലകളിൽ നിന്ന് 8 ജാഥകൾ പുറപ്പെട്ടു. അതെല്ലാം കൂടെ അത് അപ്പോഴത്തേക്ക് നമുക്ക് സാക്ഷരത കഴിഞ്ഞപ്പോൾ എല്ലായിടത്തും സ്ത്രീകളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടായി. കാരണം സാക്ഷരതാ ക്ലാസ്സിൽ പങ്കെടുത്തത് മാത്രമല്ല, അധ്യാപകരായി വന്നത് മുഴുവൻ സ്ത്രീകളാണ്. കേരളത്തിൽ 18,000 പെൺകുട്ടികളാണ് സാക്ഷരതയിൽ അധ്യാപകരായി വന്നത്. അതുപോലെ എല്ലാ സംസ്ഥാനങ്ങളിലും. അപ്പം അവരെല്ലാവരും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഇതിൽ സാക്ഷരതയുടെ ഒരു ഇതായിട്ട് ഝാൻസി വെച്ചൊരു മീറ്റിംഗ്. ഝാൻസി ഏതാണ്ട് ഇന്ത്യയുടെ നടുക്കാണ്. അപ്പം 8 ഇവിടുന്ന് കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെട്ടൊരെണ്ണം, മഹാരാഷ്ട്രയിൽ നിന്ന് പുറപ്പെട്ടൊരെണ്ണം, അങ്ങനെ 8 ഇന്ത്യൻ മഹാരാജ്യത്തിൻ്റെ 8 മൂലകളിൽ നിന്ന് 8 ജാഥകൾ പുറപ്പെട്ട് അത് നമ്മൾ ഇവിടെ മലയാളത്തിൽ അവതരിപ്പിക്കും, തമിഴ്നാട്ടിൽ കയറുമ്പം തമിഴിൽ അവതരിപ്പിക്കും, കർണാടകത്തിൽ കയറുമ്പോൾ അവരുടെ ഭാഷയിൽ അവതരിപ്പിക്കും. ആ രീതിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് മാറി പിന്നെ അവതരിപ്പിക്കത്തക്കവണ്ണമുള്ള പരിപാടിയായിട്ട് നമ്മുടെ സമതാ കലാജാഥ അതൊരു വലിയ ഇതായിരുന്നു. ഞങ്ങളൊക്കെ പോയി ഝാൻസിയിൽ. അവിടെ ചെന്ന ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഈ വലിയൊരു മഹാസാഗരം സ്ത്രീകളുടെ എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഇത്. ഞങ്ങൾ ആ മീറ്റിങ്ങിനൊക്കെ അങ്ങോട്ട് പോകുന്നതൊക്കെ വഴി നീളെ റോഡ് നീളെ പാട്ടും പാടി ഒക്കെയാണ്. അപ്പോൾ കേരളത്തിലാണ് എങ്ങനെ സ്ത്രീകൾ ചുവട് വയ്ക്കുക, പാട്ട് പാടുക, അന്യോന്യം കെട്ടിപ്പിടിക്കുക പോലും ചെയ്യൂലല്ലോ. അവിടെ വടക്കേ ഇന്ത്യയിലൊന്നും അങ്ങനെയല്ല താനും. അതിന് പോയപ്പോഴാണ് നമുക്ക് ആ ഇൻഹിബിഷനൊക്കെ അങ്ങ് മാറിയത്. അവിടെ ചെന്നു ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ ഇനോഗ്രേഷൻ. ക്യാപ്റ്റൻ ലക്ഷ്മി പറഞ്ഞു, അന്നപ്പോൾ UN നിന്ന് 30% റിസർവേഷൻ സ്ത്രീകൾക്ക് കൊടുക്കണം എന്നുള്ള തീരുമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു. 75-ലെ കോൺഫറൻസ് കഴിഞ്ഞ് 85 അടുത്ത കോൺഫറൻസ് നടന്നു നെയ്റോബിയിൽ. ആ നെയ്റോബി കോൺഫറൻസിൽ UN എല്ലാ അംഗരാജ്യങ്ങളോടും ആഹ്വാനം ചെയ്തു, എല്ലാ രംഗത്തും 30% സ്ത്രീകൾക്ക് റിസർവേഷൻ കൊടുക്കണം. അപ്പോൾ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ പ്രസംഗത്തിൻ്റെ കാതിൽ വൈ 30%, വി വാണ്ട് 50%. നമ്മൾ സമൂഹത്തിൻ്റെ പകുതിയാണ്,
നമുക്കിപ്പോൾ എല്ലായിടത്തും പകുതി തന്നെയാണ് വേണ്ടത്, അല്ലാതെ നേരത്തെയല്ല എന്നുള്ളതായിരുന്നു. അപ്പോൾ അതാണ് വന്ന് എല്ലാ പത്രങ്ങളിലുമൊക്കെ വലിയൊരു ഇതായിട്ട് വന്നത്. അങ്ങനെ അത് സമതാ കലാജാഥയും നടന്നു. അതിന് ശേഷവും 1-2 പ്രാവശ്യമൊക്കെ നമ്മൾ കലാരംഗത്ത് വിമൻസ് ഇഷ്യൂ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് പെൺപിറവി എന്ന് പറഞ്ഞൊരു നാടകം, അത് നമ്മളൊക്കെ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണെങ്കിലും നാടക രൂപത്തിൽ എഴുതി ഉണ്ടാക്കിയത് ശ്രീജ ആറങ്ങോട്ടുകര, ഒരു നാടകരംഗത്ത് വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പം ഞാൻ വൈലോപ്പള്ളി ഇരിക്കുമ്പം ഞാൻ 5 കൊല്ലം വൈലോപ്പള്ളിയുടെ വൈസ് ചെയർമാനും കൂടെ ആയിരുന്നല്ലോ, വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ്റെ. അപ്പം ശ്രീജയുടെ പരിപാടികൾ ഞാൻ അവിടെ ധാരാളം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ ടാലൻറ്റഡ് ആയിട്ടൊരു പെൺകുട്ടിയാണ്. അപ്പോൾ ശ്രീജയാണ് അത് എഴുതിയത്, പെൺപിറവി. അതെന്ന് വെച്ചാൽ ഒരു ഗർഭപാത്രത്തിലൊരു പെൺകുഞ്ഞുണ്ടാവുകയാണ്. അപ്പോൾ അത് പുറത്തോട്ട് വരാനായിട്ട് മടി, പുറത്തോട്ട് വന്നാൽ അത് അനുഭവിക്കേണ്ട, ഈ സമൂഹത്തിൽ അനുഭവിക്കേണ്ട ഓരോ വിഷമത്തെ പറ്റിയും പറഞ്ഞിട്ട് അത് ഗർഭപാത്രത്തിൽ കിടന്ന അമ്മയോട് പറയുവാണ്. എന്താ സമൂഹത്തിൻ്റെ ഒരു റിയാക്ഷന് അതായിട്ടാണ് വയ്ക്കുന്നത്. അതൊരു പുതിയൊരു രീതിയിലാണ് നമ്മളത് അവതരിപ്പിച്ചത്. വളരെ നല്ലൊരു പരിപാടിയായിരുന്നു. അങ്ങനെ കലാരംഗത്ത് ഇങ്ങനത്തൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് ഞാൻ ഈ പരിഷത്തി മാത്രമല്ല പ്രവർത്തിച്ചിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഇപ്പം പിന്നെ വനിതാരത്നം അവാർഡൊക്കെ കിട്ടിയത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ വെൽഫെയർ ബോർഡാണ് എൻ്റെ പേര് വിട്ടത്. കാരണം ഞാൻ കേരള വർക്കിംഗ് വിമൻ അസോസിയേഷൻ എന്നുള്ള സംഘടന ഉണ്ടല്ലോ, അതിൽ ഞങ്ങൾ തൊഴിലെടുക്കുന്ന സ്ത്രീകളെ മുഴുവനും സംഘടിപ്പിച്ചിരുന്നു. ഞങ്ങളെല്ലാവരും കൂടെ കൂടിയിരുന്നു. ഞങ്ങൾ ആദ്യം 73 തുടങ്ങിയെങ്കിൽ 79 ആയപ്പോഴത്തേക്ക് അങ്ങനെ ഒരു സംഘടന അഖിലേന്ത്യാ തന്നെ വന്നു, സ്ത്രീ വർക്കിംഗ് വിമൻ കോർഡിനേഷൻ കമ്മിറ്റി. അപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് നമ്മൾ യോജിപ്പിക്കാൻ വേണ്ടി പറ്റിയിരുന്നു. പിന്നെ ഞങ്ങൾ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിനെ താമസിപ്പിക്കുന്ന ഒരു സ്ഥാപനം, ഒരു ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ, ഇതൊക്കെ. ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ എന്ന് പറയുന്നത് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു എഗ്രിമെൻറ്റ് വെച്ചിട്ട് പോലീസിൻ്റെ വനിതാ സെല്ല് തുടങ്ങിയപ്പോൾ അതിനകത്ത് ഫംഗ്ഷൻ ചെയ്യത്തക്കവണ്ണമാണ് വർക്കിംഗ് വിമൻ അസോസിയേഷൻ്റെ ഫാമിലി കൗൺസിലിംഗ് സെൻറ്റർ ഉണ്ടായത്. അപ്പോൾ ഞങ്ങളുടെ കൗൺസിലേഴ്സ് അവിടെ ഇരിക്കുന്നത്, അവിടെ പോലീസിലൊരു പരാതിയായിട്ട് വരുന്ന ഭർത്താവ് അടിച്ചു എന്നോ പിന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് വരുന്ന ഒരു കേസ് നമ്മൾ കൗൺസിൽ ചെയ്യും. അതിന് ഏതെങ്കിലും എന്താണ് ഇതൊരു തെറ്റിദ്ധാരണയുടെ പുറത്തൊക്കെ ആണെങ്കിൽ അത് കൗൺസിലിങ്ങിനോട് തീരും. അല്ലാത്ത കേസിൽ നമ്മൾ അവർക്ക് താമസം, ഭക്ഷണം, കുഞ്ഞുങ്ങളുടെ പഠിത്തം, അവർക്ക് തൊഴിൽ പരിശീലനം, പിന്നീട് എവിടെയെങ്കിലും ജോലിയാക്കി കൊടുത്ത് അങ്ങനെ കുടുംബങ്ങളെ രക്ഷിക്കുന്ന ഒരു വർക്ക് ഇതെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ സൈമൾട്ടേനിയസ് ആയിട്ട് പരിഷത്തിലും അല്ലാതെയും ഈ പ്രവർത്തനം നടത്തിക്കൊണ്ട് പോയിരുന്നു. അതുപോലെ ഗാർഹിക പീഡന നിരോധന നിയമം വന്നപ്പോൾ എത്ര ക്ലാസ്സാണ് നമ്മളിപ്പോൾ എടുത്തതെന്നറിയോ? കാരണം അതുവരെ 498A ഉള്ളൂ. 498Aയിൽ സ്ത്രീയെ കുടുംബത്തിനകത്ത് ആക്രമിക്കുന്ന പുരുഷനെ ശിക്ഷിക്കാനുള്ള പ്രൊവിഷനുണ്ട്. പക്ഷേ സ്ത്രീകൾ ചോദിക്കുന്നത് അയാളെ പിടിച്ച് ജയിലിൽ ഇട്ടുകൊണ്ട് ഞമ്മക്കെന്ത് കാര്യം, ഈ കൊച്ചുങ്ങളെ കൊണ്ട് ഞാൻ എവിടെ പോവും, ആര് ഞങ്ങൾക്ക് ആഹാരം തരും, ഇതാണ് സ്ത്രീകൾ ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ പ്രൊട്ടക്ഷൻ ഓർഡറും റെസിഡൻസ് ഓർഡറും എല്ലാം കിട്ടി. ആ വീട്ടിൽ തന്നെ ഈ സ്ത്രീക്ക് അതുമാത്രമല്ല കുഞ്ഞുങ്ങളുടെ പഠിത്തം ഭയങ്കരമായിട്ട് അങ്ങ് ഡിസ്ലൊക്കേഷൻ ആവുമല്ലോ. ഇവിടുന്ന് വീട്ടിൽ നിന്ന് മാറി നമ്മുടെ ഒരു കേന്ദ്രം നടത്തുന്നുണ്ട്, അവിടെ നമ്മൾ താമസമൊക്കെ കൊടുക്കാം, പക്ഷേ കുഞ്ഞുങ്ങളുടെ പഠിത്തമൊക്കെ പിന്നെ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത്തരം വർക്ക് ഇതെല്ലാം ഞാൻ സൈമൾട്ടേനിയസ് ആയിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ പരിഷത്തിലാണെങ്കിൽ നമ്മുടെ ആരോഗ്യ വിഭാഗവുമായിട്ട് ചേർന്നാണ് ഈ തുടങ്ങിയത്. കാരണം സ്ത്രീകളുടെയോ കുട്ടികളുടെയോ ആരോഗ്യ ക്യാമ്പ് എന്നാണ് വെക്കുക. നമ്മുടെ പരിഷത്തിൽ ഡോക്ടർമാരുണ്ട്, ഡോക്ടർമാരെയും കൊണ്ടുപോകും. അപ്പോൾ ഈ ഡോക്ടർമാരെ കാണാനും ഒക്കെ ആയിട്ട് ഇവർ വരുമല്ലോ. വന്നു കഴിയുമ്പം ഇവരെ വിളിച്ചിരുത്തി ഒരു വയസ്സോടെ ഡോക്ടർ ഓരോരുത്തരെയായിട്ട് നോക്കും. അത് ഇപ്പുറത്ത് ഞാനോ അല്ലെങ്കിൽ സരസ്വതിയോ ലില്ലിയോ ഞങ്ങളൊരു ടീമുണ്ടെന്ന്, ഞങ്ങൾ സ്ത്രീകളുടെ പ്രശ്നങ്ങളെപ്പറ്റി, സ്ത്രീകൾ എന്തുകൊണ്ട് യോജിക്കണം എന്നുള്ളതിനെപ്പറ്റി. അപ്പോൾ നമ്മൾ കൊടുക്കുന്നൊരു ഐഡിയ എന്ന് പറയുന്നത് കുടുംബത്തിനകത്ത് കലക്കണം എന്നുള്ളതല്ല, പക്ഷെ കുടുംബത്തിനകത്ത് ജനാധിപത്യം കൊണ്ടുവരണം. അത് നമ്മുടെ സ്ത്രീകളുടെ മാത്രമല്ല, കുട്ടികൾക്കും എല്ലാവരും കുടുംബത്തിൽ എത്ര അംഗങ്ങളുണ്ടോ അവർക്ക് എല്ലാവർക്കും അഭിപ്രായം പറയാനും എല്ലാവരുടെയും കൂടെ ഇതായിട്ട് കൂടുമ്പോൾ ഇമ്പമുള്ളതാകണം കുടുംബം എന്നുള്ളതായിരുന്നു ഞങ്ങൾ കൊടുത്തിരുന്ന സന്ദേശം പോലെ കൊടുത്തിരുന്നത്. അപ്പോൾ ആ രീതിയിലാണ് നമ്മുടെ സ്ത്രീകളെ സംഘടിപ്പിച്ചത്. അതുകൊണ്ടാണ് പുരുഷന്മാർക്കും വലിയ എതിർപ്പില്ല. എന്നാലും നല്ല തമാശയൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഒരിക്കലും ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു, നീ ഇങ്ങനെ പോവല്ലേ പരിഷത്ത് പ്രവർത്തനത്തിനൊക്കെ, എന്നാൽ നാളെ മുതൽ തെങ്ങ് കയറുന്ന ആളുടെ ഭാര്യ, നാളെ മുതൽ തെങ്ങ് കയറാനും നീ പൊക്കോ അത്. അപ്പോൾ അവരിതൊരു വലിയ
ഇതായിട്ട് അങ്ങനെ പറഞ്ഞു മാഡം, അപ്പോൾ എനിക്ക് തെങ്ങ് കയറാൻ പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ആര് പറഞ്ഞു പറ്റൂല എന്ന്, ഫിലിപ്പൈൻസിൽ തെങ്ങ് കയറുന്ന സ്ത്രീകളാണ്, സത്യമാണ്, കള്ളമല്ല. ഫിലിപ്പീൻസിലെ ജോലി ചെയ്ത സ്ത്രീകളാണ്. ഞാൻ ചോദിച്ചാൽ എന്താ വ്യത്യാസം, നിങ്ങളുടെ കയ്യും കാലും നിങ്ങളുടെ ഭർത്താവിൻ്റെ കയ്യും കാലും ഒരുപോലല്ലേ കൺസ്ട്രക്ഷൻ, ഒരു വ്യത്യാസമില്ലല്ലോ. ആ കയ്യും കാലും ഉപയോഗിച്ചല്ലേ അങ്ങേര് കയറുന്നേ, നിങ്ങൾക്കും കയറാം, ഒരു കുഴപ്പമില്ല. ആ ആത്മവിശ്വാസമാണ് വേണ്ടത് എന്ന് പറഞ്ഞ് അങ്ങനെ ആ രീതിയിൽ നമ്മൾ സ്ത്രീകളെ, അതേസമയം നമ്മുടെ ഒരു സമൂഹത്തിനകത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളൊരു മെസ്സേജ് ഒരിക്കലും കൊടുത്തിട്ടില്ല. അത് ഞാൻ പരുഷത്തിൻ്റെ ഒരു ശൈലിയല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് തന്നെയാണ്, കൂടുമ്പോൾ ഇമ്പമുള്ളതും പരസ്പര സ്നേഹമുള്ളതും പരസ്പരം മനസ്സിലാക്കി പരസ്പര ബഹുമാനമുള്ളതും ആയിട്ടുള്ള ഇടമായിട്ട് കുടുംബം മാറണം. അത് കുടുംബത്തിൽ മാത്രമല്ല, ഒരു ബസ് യാത്ര ചെയ്യുമ്പോഴും ഒരു ട്രെയിൻ യാത്ര ചെയ്യുമ്പോഴും സമൂഹത്തിൽ എവിടെ പോകുമ്പോഴും അങ്ങനെയാണ് മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പെരുമാറേണ്ടത്. രണ്ട് പുരുഷന്മാർ തമ്മിൽ പെരുമാറേണ്ടതും അങ്ങനെയാണ്, ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ പെരുമാറേണ്ടത് അങ്ങനെയാണ്, രണ്ട് സ്ത്രീകൾ തമ്മിൽ പെരുമാറേണ്ടതും അങ്ങനെയാണ്. അത് ആ ഒരു ആശയമാണ് നമ്മൾ കൊടുത്തിരുന്നത്. അതെല്ലാവർക്കും സ്വീകാര്യമായിരുന്നുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ വലിയ എതിർപ്പില്ലാതെ ധാരാളം സ്ത്രീകൾ നമ്മുടെ പ്രവർത്തകരായിട്ട് വന്നു. അത് 75-ലാണല്ലോ ആദ്യത്തെ, ശരിക്കും പറഞ്ഞാൽ UN-ൻ്റെ ഒരു സപ്പോർട്ടുണ്ട് അതിനകത്ത്. 75-ലാണ് UN-ൻ്റെ ആദ്യത്തെ കോൺഫറൻസ്. അവിടെ വെച്ചാണ് എന്നെ പരിഷത്തിലിടുന്നത്. പരിഷത്തിനൊരു വനിതാ വിഭാഗം വേണം, പരിഷത്തിൽ ഇത്തിരി വനിതകൾ വേണം എന്ന് ആദ്യമേ, അതുവരെ സ്ത്രീകൾ പറ്റുന്ന കാര്യമല്ല ഇതൊന്നും എന്നുള്ള ധാരണയായിരുന്നല്ലോ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ആ ഒരു മാറ്റം തന്നെ വന്നത് UN-ൻ്റെ ആ കോൺഫറൻസിൻ്റെ അവിടെ വെച്ചിട്ടാണ്. അത് 85-ൽ നെയ്റോബി കോൺഫറൻസിൽ സ്ത്രീകളുടെ ഗാർഹിക അധ്വാനത്തെ പറ്റിയുള്ളൊരു കണക്ക് ഉണ്ടായിരുന്നു. അത് ന്യൂയോർക്കിലുള്ളൊരു വനിതാ സംഘടനയാണ് ഇട്ടത്. അവർ പറഞ്ഞു കേൾപ്പോൾ എന്ന് വെച്ചാൽ 2/3 അധ്വാനവും ചെയ്യുന്ന സ്ത്രീകളാണ്. അവരുടെ പേരിലുള്ള വരുമാനം എന്ന് പറയുന്നതാകട്ടെ 10-1, അവരുടെ പേരിലുള്ള സ്വത്ത് 100-1. ഇതാണ് നെയ്റോബി കോൺഫറൻസ് കഴിഞ്ഞപ്പോൾ അവിടെ UN വന്ന പ്രഖ്യാപനത്തിൻ്റെ ഒരു കരട്. അത് നമ്മൾ നോക്കുമ്പം, നമ്മുടെ ചുറ്റും നോക്കുമ്പോഴും ഇത് വളരെ കറക്റ്റാണ്. ഒരു വീടുണ്ടെങ്കിൽ അത് ഭർത്താവിൻ്റെ പേരില്ല, രണ്ടുപേരും കൂടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയാൽ രണ്ടുപേരും ജോലിക്ക് പോയി ഉണ്ടാക്കിയതാണെങ്കിലും വീട് അപ്പോൾ സ്വത്ത് ആരുടെ പേരിലാണ്, പുരുഷൻ്റെ പേരിലാണ്. അങ്ങനെ നമ്മൾ എടുക്കുമ്പോൾ ഇത് ആ ന്യൂയോർക്കിലെ ആ സംഘടന വെച്ച കണക്ക് വളരെ കറക്റ്റായിരുന്നു. അവിടുത്തെ ഒരു വനിതാ സംഘടനയാണ്. ആകെ അധ്വാനത്തിൻ്റെ 2/3 ചെയ്യുന്ന സ്ത്രീകളാണ്. കാരണം അന്ന് ഗാർഹികമായിട്ടുള്ള ജോലിയെ അധ്വാനമായിട്ട് അതിനു മുമ്പ് ആരും കണക്കാക്കിയിരുന്നില്ല. പക്ഷെ അവരതിന് എല്ലാത്തിനും വിലയിട്ടു. അതെ, ഇത്ര തുണി അലക്കുന്നതിന് ഇത്ര പൈസ, ഇത്ര പേർക്ക് ഭക്ഷണം പാകം ചെയ്യുന്നതിന് ഇത്ര പൈസ, അങ്ങനെ ആ രീതിയിൽ വളരെ ശാസ്ത്രീയമായിട്ട് കണക്കുകളിട്ട് നല്ലൊരു പഠന റിപ്പോർട്ടായിരുന്നു അവരുടേത്. അപ്പോൾ അത് വന്നതോടുകൂടിയാണ് ശരിക്കും സ്ത്രീകളും ഒന്ന് ബോധ്യപ്പെടുന്നത്. നമ്മൾ ഈ കിടന്ന് അധ്വാനിക്കുന്ന ആരും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ, കൂലിയില്ല, റെക്കഗ്നീഷനും ഇല്ല എന്നുള്ളത്. അപ്പോൾ അവിടെ മുതലാണ് സ്ത്രീകളിലൊരു നല്ല ശതമാനം. അത് ഒരുപാട് കുടുംബങ്ങളിലെ പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ, ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല. അത് ചില കുടുംബങ്ങളിൽ അത് ഉണ്ടാകേണ്ട സാഹചര്യം വരും, നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ പരിഷത്ത് കേരളം എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞൊരു സർവേ നടത്തി. പരിഷത്ത് ഇതായിട്ട് റിസൾട്ട് വന്നു. എല്ലായിടത്തും നമ്മുടെ സർവേ ഒക്കെ വളരെ പെർഫെക്റ്റാണ്. നമ്മൾ തന്നെ പ്രവർത്തകർ തന്നെ പോയി എടുക്കും, ഇങ്ങനെ കൊണ്ടുവന്നു അവിടെ അനലൈസ് ചെയ്യുകയാണ്. അപ്പം ഞാനും ഒക്കെ അവിടെ അനാലിസിസിൻ്റെ അവിടെ ഇരിക്കുന്നുണ്ട്. ഒരൊറ്റ സ്ഥലത്ത് ഒരു സ്ത്രീയുടെ അഭിപ്രായമില്ല. കാരണം നമ്മുടെ പ്രവർത്തകർ ചെല്ലുന്ന എവിടെയാണ്, നമ്മളൊരു വീട്ടിൽ കയറി ചെല്ലുമ്പോൾ എവിടെയാണ് നമ്മൾ ഇരിക്കുന്നത്? ഉമ്മറത്ത് ആരാ ഉള്ളത്? അങ്ങേരോട് ചോദിക്കും, ഫോം ഫില്ല് ചെയ്യും, തിരിച്ചു വരും. ഞങ്ങൾ റിവോൾട്ട് ചെയ്തു, പറ്റൂല, ഞങ്ങൾ വേറൊരു പഠനം നടത്തും, കേരള സ്ത്രീ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത്, എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളൊരു പഠനം ഞങ്ങൾ വേറെ നടത്തുമെന്ന് പറഞ്ഞ് ഞങ്ങൾ വഴക്കിട്ട്, അത് പിന്നെ മറ്റേതിലെന്തോ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റൊക്കെ ഉണ്ട്, ഒരു ഗ്രാൻറ്റും ഇല്ലാതെ ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ്, നിങ്ങൾ ഞങ്ങൾക്ക് പിന്നെ പോകുന്നവർക്ക് റെമ്യൂണറേഷനൊന്നും തരണ്ട, നമ്മൾ നടത്തിക്കോളാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നടത്തി. അപ്പോൾ അതിനകത്ത് കണ്ടത് എന്താണെന്ന് വെച്ചാൽ 80% വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് നിർത്തേണ്ടി വന്ന 80% സ്ത്രീകളും പറഞ്ഞത് ഞങ്ങൾക്ക് വിദ്യാഭ്യാസം തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നു, താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ വിവാഹം, കുടുംബ സാഹചര്യം, അതാണ് അവർ പറയണത്, കുടുംബ സാഹചര്യം, അത് കാരണം വിദ്യാഭ്യാസത്തിന് പോകാൻ പറ്റിയില്ല. ജോലി, ഒരു ഡിഗ്രിയൊക്കെ പാസ്സായിട്ട്, എന്തിനാ പറയുന്നത്, എൻജിനീയറിങ് പാസ്സായിട്ട് MBBS പാസ്സായിട്ട് ജോലിക്ക് പോകാത്ത സ്ത്രീകളുണ്ട്. നമ്മൾ ഓരോ വീട്ടിൽ ചെന്ന് കണക്കെടുക്കുമ്പോഴാണ് അറിയുന്നത്. പലയിടത്തും വിടൂല്ല, ജോലിക്ക് പോകാൻ പറ്റില്ല. ചിലയിടത്ത് പിള്ളേരെ അടുത്ത തലമുറ വലുതാക്കണമെങ്കിൽ നീ നല്ലതായിട്ട് വളർത്തണമെങ്കിൽ നീ വീട്ടിൽ ഇരിക്കണം എന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത് ഒക്കെ ആയിട്ട് നല്ല വിദ്യാഭ്യാസമുള്ള ഡിഗ്രി ഉള്ളവരൊക്കെ ഇഷ്ടം പോലെ, ഡിഗ്രി PG
ഒക്കെ ഉള്ളവരൊക്കെ ഇഷ്ടംപോലെ. കേരളത്തിലെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഇപ്പോൾ തൊഴിലുറപ്പും കൂടെ ചേർത്തിട്ടാണല്ലോ ഇപ്പോൾ ഇത്തിരി കൂടുതലായിട്ട് കാണിക്കുന്നത്. നമുക്കറിയാം തൊഴിലുറപ്പെന്ന് പറഞ്ഞാൽ എന്തുവാ സംഭവം എന്നുള്ളത്. പക്ഷേ തൊഴിലുറപ്പിന് പോകുന്നവരുടെയും കൂടെ കണക്ക് ചേർത്തിട്ടാണ് ഇപ്പം എത്ര 31 മറ്റോ ആക്കിയിരിക്കുന്നത്. അന്ന് 16% കേരളത്തിൽ ജോലിക്ക് പോകുന്നത്. ബാക്കിയുള്ള സ്ത്രീകൾക്ക് ആർക്കും ജോലിയില്ലല്ലോ. അപ്പോൾ അതൊക്കെ ആ ഒരു സർവേ ഭയങ്കര ഇതായിരുന്നു. ഞങ്ങൾ പോയി ഓരോ വീട്ടിൽ, അപ്പോഴും ഞാനൊക്കെ പോയ ഒരു വീട്ടുകളിൽ തന്നെ ഞാൻ 5 വീട്ടിലാണ് പോയത്. അതിൽ തന്നെ ഒരു വീട്ടിൽ അങ്ങേരെ അവിടെ ഇരിക്കുക. എൻ്റെ അങ്ങേർക്ക് പേടിയാണ്, അങ്ങേരുടെ കുറ്റം വല്ലതും ഈ ഭാര്യ എന്നോട് പറയുമോ. ഞങ്ങൾ 3 പേരുണ്ട്, ഞാൻ രാജലക്ഷ്മി ടീച്ചറും പിന്നെ വേറൊരു സുഭദ്ര എന്ന് പറഞ്ഞൊരു കുട്ടി, ഞങ്ങൾ 3 പേരും കൂടെ പോയത്. ഇങ്ങനെ എന്ത് ചെയ്ത് എണീറ്റ് പോവില്ല, അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ പിന്നെ ഇവരൊക്കെ ആണെങ്കിൽ അങ്ങേര് ഇരിക്കുന്നതുകൊണ്ട് പറയാനും പേടി മടി എൻ്റെ. അപ്പം ഞാൻ അവസാനം പറഞ്ഞു, സാറേ ഞങ്ങൾ ഇത്തിരി നേരം സംസാരിക്കട്ടെ എൻ്റെ. അതെന്താണ് അവൾക്ക് എന്നെ മറിച്ച് പറയാനുള്ളത്? ഇങ്ങനെയാണ് പുരുഷന്മാരുടെ ഒരു നല്ല ശതമാനം പേരുടെ പെരുമാറ്റം. പുള്ളിയുടെ പെരുമാറ്റത്തിന് ചില പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് പറയുമോ, ഞങ്ങളോട് പറയുമോ എന്നുള്ള പേടിയാണ് അദ്ദേഹത്തിന്. അതുപോലുള്ള അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 2-3 സ്ഥലത്ത് സ്ത്രീകൾ ഞങ്ങൾ വിളിക്കുമ്പം ഇപ്പം വരണ്ട, അങ്ങേരോട് ഇല്ലാത്തപ്പോൾ ഞാൻ വിളിക്കും, അന്നേരം വന്നാൽ മതി എന്ന് പറഞ്ഞ അനുഭവമുണ്ട്. അത് ഈ രീതിയിൽ ആണ് സ്ത്രീകളുടെ പ്രശ്നം. പക്ഷേ ഒരു നല്ല ശതമാനം സ്ത്രീകൾക്കും അവരുടെ അതിനകത്തുനിന്ന് പുറത്തേക്ക് വരണമെന്നുണ്ട്. ഇപ്പോൾ 50% സംവരണം വന്നല്ലോ നമ്മുടെ പഞ്ചായത്തുകളിൽ. മേളിലോട്ടൊന്നും വന്നില്ല, നമ്മൾ അന്ന് മുതൽ ആവശ്യപ്പെടുന്നു. ഞാൻ പറഞ്ഞില്ലേ 85 UN എല്ലാ അംഗരാജ്യങ്ങൾക്കും ഓർഡർ കൊടുത്തതാണ് 30% സ്ത്രീകൾക്ക് സംവരണം കൊടുക്കണമെന്ന്. 33 വേണമെന്ന് പിന്നീട് വന്നു. ഇതൊന്നും നടക്കുന്നില്ല. പിന്നെ അസംബ്ലിയിലും ഇല്ല, അങ്ങോട്ട് പിന്നെ പാർലമെൻറ്റിലും ഇല്ല. പക്ഷേ ഭരണം അധികാരം കയ്യിൽ കിട്ടാതെ സ്ത്രീകൾക്ക് അവരുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് എടശ്ശേരി പറഞ്ഞല്ലോ, അധികാരം കൊയ്യണം ആദ്യം ഞാൻ, അതിനുമേലാകട്ടെ പൊന്നാര്യൻ എന്നാണ് എടശ്ശേരി എഴുതിയത്. നമ്മുടെ കവികൾ, നമ്മുടെ മലയാളത്തിലെ അവരൊക്കെ എത്ര ദാർശനികമായി ചിന്തിക്കുന്നതായിരുന്നു എന്നുള്ളത് പിന്നെ കുമാരനാശാൻ്റെയും എത്ര കുമാരനാശാൻ്റെ ചിന്താവിഷ്ടയായ സീത എന്തൊരു സ്ത്രീപക്ഷ കവിതയെന്നറിയോ. ഇതേടാ ആ സീതയുടെ ചിന്തകൾ പറഞ്ഞിരിക്കുന്നത് എത്ര കൃത്യമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സീതയോട് രാമൻ ചെയ്ത പോലെ ക്രൂരത വേറെ ആരും ചെയ്തില്ലെന്ന് പറയുന്ന പോലെയാണല്ലോ ഇപ്പോൾ മര്യാദ പുരുഷോത്തമൻ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം. അതെല്ലാം കൃത്യമായിട്ടാണ് കുമാരനാശാനകത്ത് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ എടശ്ശേരി അന്നേ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, അധികാരം കൊയ്യണം ആദ്യം നാം, അതിനുമേലാവട്ടെ പൊന്നാര്യൻ എന്ന്. അപ്പോൾ അധികാരമില്ലാത്തിടത്തോളം കാലം ഈ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കാൻ പറ്റില്ല. തുല്യമായ ഒരു പങ്ക് അധികാരത്തിൽ, എണ്ണം കൊണ്ട് മാത്രം പോരാ, എല്ലാം കൊണ്ടും വേണം. അവരുടെ അഭിപ്രായങ്ങളെ മറ്റുള്ളവർ മാനിക്കുന്നതും. പിന്നെ നമ്മൾ അതിനെപ്പറ്റിയൊക്കെ ഒരുപാട് പഠനം നടത്തിയിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ ഒരുപാട് ഇതായിപ്പോവും. ഈ സംവരണം വന്നു കഴിഞ്ഞപ്പോഴേ ഈ ജയിച്ച വനിതകളുണ്ടല്ലോ, ജയിച്ച് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതകൾ, അവരെ വിളിച്ച് സംസാരിക്കുമ്പോൾ അവരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പം ഇതാണ്. കാരണം ഇവർ പാർട്ടിയുടെ ആരും ആയിരിക്കത്തില്ല, ഇവരെക്കാൾ ഉയർന്ന പൊസിഷനിൽ. ഇത് സംവരണം വന്നുകൊണ്ട് മാത്രം പഞ്ചായത്ത് പ്രസിഡൻ്റായി. ഇവരെയൊക്കെ ആ പാർട്ടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ ഏരിയ കമ്മിറ്റി മെമ്പറോ ഒക്കെ ഉള്ള ആളായിട്ടായിരിക്കും വൈസ് പ്രസിഡൻറ്റ്. ഒരു സ്ത്രീയുടെ അടുത്ത് കഴിഞ്ഞാൽ എൻ്റെ തോളത്ത് പിടിച്ചിരുത്തും മാഡം എന്ന് ഇവർ സംസാരിക്കാൻ എണീക്കുമ്പോൾ വൈസ് പ്രസിഡൻറ്റ് തോളത്ത് പിടിച്ചിരുത്തും, എന്നിട്ട് അങ്ങേര് സംസാരിക്കും. അങ്ങനെയുള്ള അനുഭവങ്ങൾ വരെ സ്ത്രീകൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. വലിയ ബുദ്ധിമുട്ടാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും സ്ത്രീകൾക്കൊരു തുല്യത, അല്ലെങ്കിൽ അവർ അർഹിക്കുന്ന തുല്യത എന്ന് ഞാൻ പറയുന്നില്ല. കാരണം പലർക്കും പലതരമാണ് കഴിവുകളും ഇതൊക്കെ. പക്ഷേ ഒരാൾക്ക് ഒരു മാന്യതയും സ്ഥാനവും കിട്ടണമല്ലോ, അതുപോലും കിട്ടാത്തൊരു സ്ഥിതിയാണ് ഇപ്പോഴും ഉള്ളത്. അതിനിപ്പം മറ്റുള്ളിടത്തൊക്കെ, അതായത് നിയമസഭയിലും ലോക്സഭയിലും ഒക്കെ കൂടെ റിസർവേഷൻ വന്നാലും വരുമോ എന്നുള്ളത് അത് വന്നാലേ പറയാൻ പറ്റൂ, എന്തായാലേ പറയാൻ പറ്റുള്ളൂ എങ്ങനെയാണ് അത് പോവുക എന്നുള്ളത്. ഏതായാലും ഇപ്പം ഇതിൽ 50% വന്നതുകൊണ്ട് ആ തരത്തിലുള്ള ഇതൊന്നും വന്നില്ല. ഇവിടെ പിന്നെ ഒരു കാര്യമുണ്ട്, നയപരമായ തീരുമാനം ഒന്നും എടുക്കാൻ പഞ്ചായത്തിന് അധികാരമില്ലല്ലോ. ഇറ്റ് ഇസ് ഓൺലി ആൻ ഇംപ്ലിമെൻറ്റിങ് ഏജൻസി. നമ്മുടെ നിയമസഭയോ ലോക്സഭയോ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ ചെയ്യാനുള്ളത്. അതുകൊണ്ടാണ് അത് വലിയ കുഴപ്പമില്ലാതെ അവിടെ സംവരണം ആയിക്കോട്ടെ എന്നൊരു തീരുമാനവും വന്നത്. അപ്പം ഇനിയും ഒരുപാട് ദൂരം മുമ്പോട്ട് പോകേണ്ടതുണ്ട് സ്ത്രീകളെ സംഘടിപ്പിക്കാനും സ്ത്രീകൾ സംഘടിക്കാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി ഇറങ്ങാനും ഒക്കെ. കാരണം ഇപ്പം കഴിഞ്ഞ ഒരു വർഷം 9 സ്ത്രീകളാണ് കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യ ചെയ്തത്.
നമ്മുടെ കേരളത്തിൽ ഗാർഹിക പീഡനം. അപ്പോൾ അത് നമ്മുടെ കുടുംബത്തിനകത്തെ ആ ഒരു ബന്ധത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴും അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഞാനൊരിക്കലും ഇവിടെ നമ്മുടെ ജയിലിൽ അവിടെ ഇടയ്ക്ക് പോകും വല്ലതൊക്കെ സഹായിക്കാനായിട്ട്. അങ്ങനെ പോയപ്പോൾ ജയിലിൽ ശിക്ഷിക്കപ്പെട്ട് കിടക്കുന്ന സ്ത്രീകളെ ഒരു ഇൻ്റർവ്യൂ എടുക്കുകയുണ്ടായി. ഒരു 2 പേരാണ് അല്ലാതെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് അത് കൊല്ലണമെന്ന് വിചാരിച്ചല്ല, പക്ഷേ കൊന്നുപോയത്. ബാക്കി എല്ലാം എങ്ങനെയെന്നറിയാമോ? കുഞ്ഞുങ്ങളെ എടുത്ത് കിണറ്റി ചാടി, കുഞ്ഞ് മരിച്ചു, അമ്മ മരിച്ചില്ല. അപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൊലപാതകിയാണ് അമ്മ. 2 പേർ മണ്ണെണ്ണ ഒഴിച്ചു തീ കത്തിച്ചു, കുഞ്ഞ് ഓടി രക്ഷപ്പെട്ടു, അമ്മ മരിച്ചു. അല്ല പിന്നെ ഈ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഇതാകുമല്ലോ. അങ്ങനെ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചിട്ട് ഇവർ മരിച്ചില്ല, കുഞ്ഞ് മരിച്ചു എന്നുള്ളതാണ് അവിടെ കിടന്നിരുന്ന 12 പേരിൽ 10 പേര്. 2 പേരാണ് അല്ലാതെ ഒരു കുറ്റകൃത്യത്തിൻ്റെ ഭാഗമായിട്ട് ഇത് ഒരു കൊലപാതകിയായത്. അങ്ങനെ കൊലക്കുറ്റത്തിന് കിടന്നവരെയാണ് ഞാൻ ഇൻ്റർവ്യൂ ചെയ്തത്. അപ്പം അത്രയ്ക്കും മാത്രം നമുക്കറിയാം, ഒരമ്മ കുഞ്ഞിനെ എടുത്ത് കഴിഞ്ഞിട്ട് ചാടണമെങ്കിൽ അത്രയും വഴിമുട്ടുമ്പോഴേ ചെയ്യുള്ളൂ. ഈ ചാടുന്നത് കുഞ്ഞിനെ കൊല്ലണം വിചാരിച്ചിട്ടല്ല. ഞാൻ മരിച്ചാൽ കുഞ്ഞിൻ്റെ കാര്യം കഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെ കൊണ്ടുപോകുന്നു എന്നുള്ള മനോഭാവത്തോടു കൂടിയാണ് ഓരോ അമ്മ ഇത് ചെയ്യുന്നത്. അപ്പോൾ അതെനിക്ക് വാസ്തവത്തിൽ ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഡൊമസ്റ്റിക് വയലൻസ് വിക്ടിംസിന് വേണ്ടിയുള്ള സ്ഥാപനമൊക്കെ തുടങ്ങിയതും അത് നടത്തിക്കൊണ്ട് പോയിരുന്നതും. ഇപ്പം പക്ഷേ ആ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിനകത്തും വെള്ളം ചേർത്തു, കുറേ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മറ്റേ 3 മാസത്തിനകം പ്രൊട്ടക്ഷൻ ഓർഡറും റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത് ആ ഏത് വീട്ടിലാണോ ഇവർക്കെതിരെ ഇതുണ്ടായത്, പിന്നെ അതിക്രമം ഉണ്ടായത്, അവിടെ തന്നെ താമസിക്കാനുള്ള അധികാരം കൊടുക്കാനുള്ളതാണ് അത് റെസിഡൻസ് ഓർഡർ എന്ന് പറയുന്നത്. പ്രൊട്ടക്ഷൻ ഓർഡർ എന്ന് പറയുന്നത് ആരാണോ അതിക്രമം ചെയ്തത് അയാളിൽ നിന്ന് ഇനിയൊരു അതിക്രമം ഉണ്ടാകാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ. അത് പോലീസും ഗവൺമെൻറ്റും ജുഡീഷ്യറിയും കൊടുക്കണം എന്നാണ് ആ നിയമത്തിനകത്ത്. അപ്പോൾ അതൊക്കെ ഇപ്പം അത്ര ആ രീതിയിലൊന്നും നടക്കുന്നില്ല. അത് ഒരു ജഡ്ജ്മെൻറ്റ് വന്നു, എതിർ കക്ഷിയെ കൂടെ കേട്ടിട്ട് വേണം, അതായത് ഭർത്താവിനെതിരെയാണല്ലോ പരാതി, അപ്പം ഭർത്താവിനെ കൂടെ കേട്ടിട്ട് വേണം ജഡ്ജ്മെൻറ്റ് എന്ന്. അത് വന്നതോടുകൂടി ഇപ്പം 3 മാസം കൊണ്ടൊന്നുണ്ടെങ്കിൽ അവർ വരില്ല, വിളിച്ചാലും മാറ്റിവെച്ച് അങ്ങനെ 1 കൊല്ലം ആയാലും പ്രൊട്ടക്ഷൻ ഓർഡറും റെസിഡൻസ് ഓർഡറും കിട്ടാത്ത കേസുകളും ഒക്കെ ഇപ്പോൾ ഉണ്ട്.